ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമക്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ 4 ഇയർ UG ഡിഗ്രി വിദ്യാർത്ഥികളുടെ റിസൾട്ട് ഇന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിസൾട്ട് വന്നപ്പോൾ ഒരുപാട് കുട്ടികൾ കമൻ്റായിട്ട് ചോദിച്ചതാണ് എങ്ങനെയാണ് പെർസെൻറ്റേജ് കണ്ടെത്തുക എന്നുള്ളത്. നോർമലി റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പാസ്സായ വിദ്യാർത്ഥിയാണെങ്കിൽ അതിൻ്റെ താഴെ പെർസെൻറ്റേജ് ഓഫ് മാർക്ക് അറിയാൻ സാധിക്കും. ഇനി ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഫെയിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ SGPAയും അതേപോലെ പെർസെൻറ്റേജ് ഓഫ് മാർക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ SGPA എന്താണ്, അതേപോലെ ഗ്രേഡ് പോയിൻ്റ് എന്താണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ എക്സാമിന് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് അത് ഇൻറ്റേർണലും എക്സ്റ്റേണലും കൂടി കൂട്ടിയിട്ട് 95% മുകളിലാണെന്നുണ്ടെങ്കിൽ O ഗ്രേഡാണ് കിട്ടുക. ഗ്രേഡ് പോയിൻ്റ് ഏതാണ്? O ആണ്. ആ ഗ്രേഡ് O ആണ്. ഗ്രേഡ് പോയിൻ്റ് ആ Oക്ക് കിട്ടുന്ന പോയിൻ്റ് എന്നുള്ളത് 10 ആണ്. ഓക്കെ. ഇനി നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു മാർക്ക് 85%ൻ്റെയും 95%ൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ അവിടെ A+ ആണ്. അപ്പോൾ A+ൻ്റെ ഗ്രേഡ് പോയിൻ്റ് എന്നുള്ളത് 9 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻറ്റേർണലും എക്സ്റ്റേണലും കൂടി കിട്ടിയിട്ടുള്ള മാർക്ക് എത്രയാണ്, അത് എത്ര പെർസെൻറ്റേജ് ആണ്? ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് 75-ൽ എക്സാം നടക്കുന്നു, അതേപോലെ 25-ലാണ് ഇൻറ്റേർണൽ എങ്കിൽ ടോട്ടൽ രണ്ടും കൂടി കൂട്ടിയിട്ട് 100 മാർക്കിന് നടക്കുന്ന എക്സാമാണ്. ആ 100 മാർക്കിൻ്റെ എക്സാമിൽ വെച്ചാൽ ഇൻറ്റേർണലും എക്സ്റ്റേണലും കൂടിയിട്ട് 100 മാർക്കിൻ്റെ എക്സാമാണ്. ആ എക്സാമിൽ 70 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് എങ്കിൽ അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ഗ്രേഡ് ഏതാണ്? B+ ആണ്. അപ്പോൾ ഗ്രേഡ് പോയിൻ്റ് ഏതാകും? 7 ആകും. ഓക്കെ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇവിടെ ഓരോന്ന് തന്നിട്ടുണ്ട്. 75-ൻ്റെയും 85-ൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ ഗ്രേഡ് A ആണ്, അതിൻ്റെ ഗ്രേഡ് പോയിൻ്റ് 8. 65-ൻ്റെയും 75-ൻ്റെ ഇടയിലാണെങ്കിൽ ഗ്രേഡ് പോയിൻ്റ് B+ ആണ്, ഗ്രേഡ് B+ ആണ്, അതിൻ്റെ പോയിൻ്റ് 7 ആണ്. 55 to 65-ൻ്റെ ഇടയിലാണെങ്കിൽ ഗ്രേഡ് B ആണ്, അതിൻ്റെ പോയിൻ്റ് 6 ആണ്. 45 to 55 ആണെന്നുണ്ടെങ്കിൽ C ഗ്രേഡ് ആണ്, അതിൻ്റെ പോയിൻ്റ് 5 ആണ്. ദെൻ 35 to 45 ആണെന്നുണ്ടെങ്കിൽ P ആണ്, പാസ്സാണ്. അപ്പോൾ അതിൻ്റെ ഗ്രേഡ് പോയിൻ്റ് 4 ആണ്. ബിലോ 35 ആണെന്നുണ്ടെങ്കിൽ ഫെയിലാണ്. 30 to 35 ആണെന്നുണ്ടെങ്കിൽ ഫെയിലാണ്. എക്സാം എഴുതിയിട്ടില്ലെങ്കിൽ AB ആബ്സെൻ്റ് എന്നാണ് കാണിക്കുക, അതും ഫെയിലാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് ഈ ഗ്രേഡും ഗ്രേഡ് പോയിൻറ്റും. അപ്പോൾ എന്താണ് ഗ്രേഡ്, എന്താണ് ഗ്രേഡ് പോയിൻ്റ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാകും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ഇത് ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ അല്ല, എങ്ങനെയാണ് SGPA കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഒരു ഫോർ എക്സാമ്പിൾ ഒരു സബ്ജക്റ്റിനും ഓരോ ക്രെഡിറ്റ് ഉണ്ടാകും. ഓക്കെ. അത് നിങ്ങളുടെ സിലബസ് പ്രകാരം ഓരോ സബ്ജക്റ്റിൻ്റെയും ക്രെഡിറ്റ് സിലബസിൽ നിശ്ചയിച്ച പ്രകാരം നിശ്ചയിച്ചിട്ടുള്ളതാണ് ക്രെഡിറ്റ് എന്നുള്ളത്. ഓക്കെ. അപ്പോൾ ഈ കോഴ്സ് 1-ന് ക്രെഡിറ്റ് 3 ആണ്. അപ്പോൾ 3 ആണ് ക്രെഡിറ്റ് എങ്കിൽ ആ എക്സാം കോഴ്സ് ഈ സബ്ജക്റ്റ് എഴുതിയ കുട്ടിക്ക് കിട്ടിയ മാർക്ക് 75-ൻ്റെയും 85-ൻ്റെയും ഇടയിലാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് എത്ര ഗ്രേഡ് കിട്ടുക? A ആണ് ഗ്രേഡ് കിട്ടുക. Aക്ക് പോയിൻ്റ് എത്രയാണ്? 8 ആണ്. അപ്പോൾ ക്രെഡിറ്റും ഗ്രേഡും കൂടി ഗുണിക്കും. അങ്ങനെയാണെങ്കിൽ 3 × 8 24. ഇനി രണ്ടാമത്തെ സബ്ജക്റ്റിൽ രണ്ടാമത്തെ സബ്ജക്റ്റിൻ്റെ ക്രെഡിറ്റ് 4 ആണ്. ഓക്കെ. ഇവിടെ ആ കുട്ടിക്ക് കിട്ടിയ മാർക്ക് എന്നുള്ളത് ഒരു 65-ൻ്റെയും 75-ൻ്റെ ഇടയിലാകും. അതുകൊണ്ടാണ് ഇവിടെ ഗ്രേഡ് B+ വന്നിട്ടുള്ളത്. B+ൻ്റെ ഗ്രേഡ് പോയിൻ്റ് എന്നുള്ളത് 7 ആണ് അല്ലേ? അപ്പോൾ നോക്കിയാൽ നമുക്കിവിടെ B+ൻ്റെ ഗ്രേഡ് എത്രയാണ്? 7 ആണ്. അപ്പോൾ 7 ആയതുകൊണ്ട് ആ ക്രെഡിറ്റ് 7 × 4 അപ്പോൾ എത്ര വന്നു? 28 വന്നു. ഇങ്ങനെ ഓരോ സബ്ജക്റ്റിൻ്റെയും ക്രെഡിറ്റ് എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് പോയിൻ്റ് ക്രെഡിറ്റും ഗ്രേഡ് പോയിൻറ്റും തമ്മിൽ ഗുണിക്കുന്നു. അങ്ങനെ അതൊക്കെ കൂടി ടോട്ടൽ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ടോട്ടൽ എത്രയാണ്? 139 കിട്ടി. 139 ഡിവൈഡഡ് ബൈ ഇവിടെ ടോട്ടൽ ക്രെഡിറ്റ് എത്രയാണ്? ഇതിൻ്റെ ടോട്ടൽ ക്രെഡിറ്റ് 20 ആണ്. അങ്ങനെയാണെങ്കിൽ 139/20 SGPA എന്നുള്ളത് 6.950 ആണ്. ഓക്കെ. ഇനി ഇന്ന് വന്ന ഒരു റിസൾട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഇന്ന് ഇപ്പോൾ ഒരു കുട്ടിക്ക് കിട്ടിയ റിസൾട്ടാണ്. ആ കുട്ടി പാസ്സായിട്ടുണ്ട്. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് ആപ്ലിക്കേഷൻ എന്ന അതിൽ ആ ഗ്രേഡ് കിട്ടിയിട്ടുള്ളത് C ആണ്. C എന്ന് പറയുമ്പോൾ 45%-ൻ്റെയും 55% ഇടയിൽ കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് C വന്നിട്ടുള്ളത്. Cൻ്റെ ഗ്രേഡ് പോയിൻ്റ് എത്രയാണ്? ഇവിടെ Cൻ്റെ ഗ്രേഡ് പോയിൻ്റ് എത്രയാണ്? 5 ആണ്.
അപ്പോൾ 5 ഇൻറ്റു ഇപ്പോൾ ഈ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് അപ്ലിക്കേഷൻ എന്ന സബ്ജക്റ്റിൻ്റെ ക്രെഡിറ്റ് എന്നുള്ളത് 4 അത് സിലബസ് പ്രകാരം നിശ്ചയിച്ചിട്ടുള്ളതാണ് ഓരോ സബ്ജക്റ്റിൻ്റെയും. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് 4, അതേപോലെ എസൻഷ്യൽ കോസ്റ്റ് അക്കൗണ്ടിങ് 4, അറബിക്കിന് 3, ഇംഗ്ലീഷിന് 3, പിന്നെ അതേപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊരു സബ്ജക്റ്റ് എടുത്തിട്ടുണ്ട് അതിന് 3. അങ്ങനെ അത് ഓരോ കോഴ്സിനും ഓരോ ക്രെഡിറ്റ് എന്നുള്ളത് സിലബസ് പ്രകാരമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ഗ്രേഡ് പോയിൻ്റ് ഫസ്റ്റത്തെ സബ്ജക്റ്റ് ഗ്രേഡ് പോയിൻ്റ് 5 5 ഇൻറ്റു 4 20. ആ കുട്ടി എന്ത് ചെയ്തിട്ടുണ്ട്, സി കിട്ടിയത് കൊണ്ട് തന്നെ പാസ്സായിട്ടുണ്ട്. അങ്ങനെ ഓരോന്നിൻ്റെയും ഗ്രേഡ് പോയിൻറ്റും അതേപോലെ ക്രെഡിറ്റും കൂടിയിട്ട് എന്ത് ചെയ്യുന്നു, ഗുണിക്കുന്നു. 7 ഇൻറ്റു 4 28, 6 ഇൻറ്റു 3 18, 6 ഇൻറ്റു 4 24, 5 ഇൻറ്റു 3 15, 5 ഇൻറ്റു 3 15. അങ്ങനെ ടോട്ടൽ കിട്ടിയിട്ടുള്ള ക്രെഡിറ്റ് എന്നുള്ളത് ഇതൊക്കെ കൂടി കൂട്ടുമ്പോൾ ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടി, 120 ക്രെഡിറ്റ്. ഇനി 120 ക്രെഡിറ്റ് ആയതുകൊണ്ട് ഇവിടെ ടോട്ടൽ ക്രെഡിറ്റ് എത്രയാണ്, ഇവിടെ ക്രെഡിറ്റ് പോയിൻ്റാണ് 120. ക്രെഡിറ്റ് പോയിൻ്റ് എത്രയാണ്, 120. അപ്പോൾ ടോട്ടൽ ക്രെഡിറ്റ് ഇവിടെ വന്ന് ടോട്ടൽ ക്രെഡിറ്റ് ഫസ്റ്റ് സെമ്മിൻ്റെ ടോട്ടൽ ക്രെഡിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കൂടി കൂട്ടുമ്പോൾ 21 കിട്ടുക. അപ്പോൾ 120 ഡിവൈഡഡ് ബൈ 21. അങ്ങനെയാണെങ്കിൽ SGPA എത്ര വന്നു, 5.71 വന്നു. ഓക്കെ, അപ്പോൾ 5.71 വന്നിട്ടുണ്ടാകും. അപ്പോൾ ഏകദേശം 57-58% ഇടയിലാകും മാർക്ക് ഉണ്ടാവുക. ഇവിടെ പാസ്സായത് കൊണ്ട് തന്നെ ആ കുട്ടിക്ക് റിസൾട്ട് അല്ലെങ്കിൽ ആ പെർസെൻറ്റേജ് അവിടെ വന്നിട്ടുണ്ട് 58.29. അത് കറക്റ്റ് ആകും. അപ്പോൾ അതെങ്ങനെ വ്യത്യാസം, ചെറിയൊരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ 45%-ൻ്റെയും 55%-ൻ്റെ ഇടയിൽ മാർക്ക് വന്ന കുട്ടിക്ക് ആ ഗ്രേഡ് കിട്ടില്ല. അപ്പോൾ കറക്റ്റ് ഇപ്പോൾ ഇതിൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ ഏതാണ് ആ കറക്റ്റ് വന്ന മാർക്ക് അത് അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാകും. SGPAൻ്റെ അടുത്ത് തന്നെ ആവും. അത് 5.71 ആയിരുന്നെങ്കിൽ 57, 58, 59 ആ റേഞ്ചിലാണ് നിങ്ങളുടെ പെർസെൻറ്റേജ് വരിക. ഓക്കെ, അപ്പോൾ പാസ്സായ കുട്ടിക്കാണെങ്കിൽ പെർസെൻറ്റേജ് അവിടെ കാണിക്കും. ഫെയിലായ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അവിടെ ഒരു പെർസെൻറ്റേജ് ഏകദേശം കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, നിങ്ങളുടെ റിസൾട്ട് നോക്കുക. നിങ്ങളുടെ റിസൾട്ടിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഈ ഗ്രേഡ് പോയിൻ്റൊക്കെ കൂടി കൂട്ടുക, ഡിവൈഡ് ബൈ 21. ഓക്കെ, ഈ ഗ്രേഡ് പോയിൻ്റ് ഇവിടെ കിട്ടിയതെല്ലാം കൂടി കൂട്ടുക, ഡിവൈഡ് ബൈ 21 അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ SGPA നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ ഫെയിലായ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്കിവിടെ SGPA അതേപോലെ ഗ്രേഡൊന്നും കാണാൻ സാധിക്കില്ല. അപ്പോൾ ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ.